ആരംഭിച്ചോട്ടെ. തന്ത്രിയെ പോലീസ് പിടിച്ചു. പടച്ചോൻ, ഇതെന്ത് കൊല്ലാപ്പാണ്. ഇനി എന്നാണാവും മുക്രീനെ പോലീസ് പിടിക്കുന്നത്? ഇതാണ് പറയണത്. പൂജ ചെയ്യേണ്ടവര് പൂജക്ക് പോകാതെ പൂക്കാരം മുക്കിപ്പോയ ഇങ്ങനെ ഇരിക്കും. ആമിന, ആമിന, എന്റെ മനുഷ്യനാ നിങ്ങൾ എന്നെ വളച്ചോന്ന? നീയല്ലേ നമ്മളെ വളച്ചത്? നിങ്ങൾ എന്റെ മനുഷ്യ കിടന്ന് കാരണത് അല്ല. നീ എവിടെ പോയി കിടക്കായിരുന്നു ഇത്ര നേരം? ഞാൻ ആട്ടേർന്ന്. എന്റെ ദോശക്ക ഇഡ്ലിക്ക? അപ്പുറത്തെ വീട്ടിലെ സലീമിനെ അവൻ കാലത്തെ മകന്റെ അപ്പുറത്ത് ഓരോ ചേഷ്ടകളെ അവന് ഞാനെന്താ അങ്ങടെ ആട്ടിയതാ. നിങ്ങൾ എന്തിനാ എന്നെ ആട്ടിയത്? അല്ല വിളിച്ചത്. നമ്മുടെ ഒരാഴ്ചത്തേക്ക് പോയേണ്. എവിടെ പോണ്? എന്റെ മനുഷ്യൻ നമ്മൾ ജപ്പാന്റെ അടുത്ത് പോണെന്ന്. എടി, നീ കർക്കിടക മാസത്തിൽ പഞ്ഞം പിടിച്ച പരദൂഷണം പറയാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടാ? എന്റെ മനുഷ്യനെ പരദൂഷണം പറയാനില്ല. പിന്നെ നമ്മുടെ മോൻ ജബ്ബാറിന്റെ ഭാര്യ ജമീല പെറ്റൂന്ന്. പടച്ചോനെ, എത്രാമത്തെ? 8ാമത്തെ. ഓ, നമ്മുടെ കുടുംബത്തിന്റെ ഒരു മുസ്ലിം പവറേ. വെറും പവറല്ല, മുസ്ലിം പവർ എക്സ്ട്രാ. അല്ല, അവൻ പണ്ടേ വാശിക്കൊട്ടും പുറകോട്ടല്ല. വാശിക്ക് നിങ്ങളൊട്ടും പുറകോട്ടല്ലോ. മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കോ വാപ്പാന്റെ അല്ലേ മോൻ. നിന്റെ ഒരു കാര്യം ഒറ്റ കുത്തുവച്ചാ. വേണ്ട വേണ്ട, അടുത്തേക്ക് വരണ്ട. ഞാൻ പറഞ്ഞേ, എനിക്കിനി ആവതില്ല മനുഷ്യനെ. അത് തന്നെയല്ല, ഇനി ഈ പേരും പറഞ്ഞിട്ട് അങ്ങോട്ട് വരണ്ടെന്നാ ഡോക്ടറും പറഞ്ഞേക്കണേ. ഈ ഡോക്ടറെ എങ്ങനെ വന്നേ? ആ ഉണക്ക കൈ അങ്ങോട്ട് മാറ്റി. ഞാൻ പടച്ചോനെ, പോലീസാണ് തോന്നുന്നു. റെയ്ഡിന് വന്നായിരിക്കും. നീ അകത്തു വെച്ചല്ലേ? എന്താ മനുഷ്യനെ, നമ്മുടെ ഭാര്യ ഭർത്താവ് അല്ലേ? ശീത്താനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസുകാരെ എഴുതി കുത്തി വരുമ്പോ നീ കാമുകിയാവും, നമ്മള് കാമുകനാവും. പിന്നെ നമ്മുടെ രണ്ടെണ്ണം അകത്താവുന്നേ. ചെല്ലി പോ, ഓട്. അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടായില്ലേ? എന്നിട്ടാണ് എന്റെ ചിലപ്പോ മുങ്ങാൻ നോക്കണത്. അല്ല, ഇതാരാണിത്? ഇതാരെ വന്നേക്കണത്? എന്താണ് ബക്കറ്റൊക്കെ ആയിട്ട്? നിന്റെ കുടുംബാസൂത്രണം കഴിഞ്ഞ? അപ്പൊ ഇക്കൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. നമ്മുടെ കുഞ്ഞുമ്മയുടെ പശു ആന്ത്രാക്സ് ഒന്ന് ചത്തു. പടച്ചോനെ, ഇവനല്ലേ കഴിഞ്ഞ ആഴ്ച നബീസാന്റെ കോഴിക്ക് പച്ചിപ്പനി വന്നെന്നും പറഞ്ഞ് പിരിവൊന്ന് മേടിച്ചിട്ടോ? ഇത് നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ? എന്റെ പൊന്നിക്ക പിരിവിന് പോകുന്നതിന് നേരെ കിട്ടില്ല. പിന്നീട് ജോലിക്ക് പോകാൻ ആ മനുഷ്യരുമായിട്ട് ആന്ത്രാക്സിന് പിരിവെടുത്ത്. എടാ, ആന്ത്രാക്സിന്റെ പിരിവൊക്കെ തരാം. അതൊക്കെ നമ്മളല്ല തീരുമാനിക്കുന്നത്. ഇവളാണ് പിരിവ് കൊടുക്കുന്നത്. അവിടെ കൊടുത്തേക്കാ പിരിവ്. മോനല്ലേ പിരിവ് വേണ്ടേ? ആ, കൊടുത്തേക്ക്. എന്നാടാ നിന്റെ പിരിവ്? നിക്കടാ, അതെ പിരിവ് തരാം. എന്റെ ഒടുക്കട്ട ഒരു പിരിവ്. ഇതെന്ത് പിരിവാടാ? ഇങ്ങനെയല്ല ഒരു പിരിവ്. അവന് തല്ലുണ്ടായിരുന്നിട്ടാ? പിന്നെ അങ്ങനെ കൊല്ലായിരുന്നു. അവന് ഓടിക്കളഞ്ഞില്ലേ? പടച്ച റബ്ബില്ലാലമിനായ തമ്മിലാനെ. നേരം വെട്ടം വെക്കുമ്പോ ഓരോരുത്തർ ഇറങ്ങിക്കോളും കുടുംബം മുടിക്കാനായിട്ട് പിരിവേന്നും പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മോളറിനെ ഇവിടെ പഠിച്ച് പാസ്സായപ്പില്ല. അള്ളാ, മക്കളുടെ പേരും എണ്ണവും പോലും അറിയാൻ പാടില്ല. നമ്മുടെ സൂറാബി. അതിനെപ്പറ്റി വല്ല വിശാരോ നിങ്ങൾക്കുണ്ടാ? അവളെ ആശ്രമ കോളേജിൽ ചേർക്കണ്ടേ? ആശ്രമ കോളേജല്ല, സ്വാശ്രയ കോളേജ്. എന്റെ അലാക്കിന്റെ അവളിങ്ങഞ്ഞ് അറിഞ്ഞു ചേർക്കണ്ടേ മനുഷ്യനെ? ഇരാൻ കുഞ്ഞാടെ നമ്മളാൾക്കാര് പോത്തെ വിളിക്കുന്നത്. ആരാദ്യമായിട്ട് കുഞ്ഞാടിന്ന് വിളിക്കുന്നത്? ആരത്? അവിടെ എന്തൊരു വെള്ളായം കാണുന്നേ? അച്ഛനാ ഈശംശായിട്ട് സുഖിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും വലൈക്കും അസ്സലാം. എന്താണ് ബിരാനെ, പള്ളിയിലേക്കൊന്നും കാണാറില്ലല്ലോ? അച്ഛൻ എന്ത് വർത്താനം പറയണത്? നിങ്ങളുടെ പള്ളിയിലേക്കൊക്കെ ഞങ്ങൾക്ക് വരാമോ? എന്താണിത്? അതല്ലോ, വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നത് ഞാൻ കാണാറില്ലെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോ ലീവിലാണ്. ലീവിലല്ല അച്ഛോ, ഇപ്പൊ പള്ളിയിൽ കേറ്റാറില്ല അച്ഛോ. അതെന്ത് പറ്റി? പള്ളിയുടെ മുമ്പിൽ ഒരു നേർച്ചക്കുറ്റി വെച്ചിട്ടുണ്ടല്ലേ? ബസ്സിൽ പോണവരും അതിലേക്ക് ചില്ലറ എറിയും. അതെടുത്ത് കുറ്റിയിലേക്ക് ഇടാനാണ് ഇങ്ങനെ നിർത്തിയേർന്നത്. ഇങ്ങനെ നിർത്ത വായിലേക്ക് ഇല്ലായിരുന്നു പണി. അതറിഞ്ഞിട്ട് പള്ളി കമ്മിറ്റിക്കാരും കൂടി തല്ലി ഓടിച്ചതാ. പിന്നെ കേട്ടിട്ടില്ല. മക്കളൊക്കെയും വീട് നോക്കാറുണ്ടോ? പിന്നെ മൂത്തവൻ വീട് നോക്കാറുണ്ട്, വിൽക്കാനായിട്ട്. അച്ഛോ, എന്തൊക്കെയായാലും ഇളയവൻ നോക്കണ്ട്. അത് ആധാരമല്ലേ പണയം വെക്കാനായിട്ട്. ആൾക്കാരെ അറിയിക്കുന്നത്. അതിരിക്കട്ടെ, മോളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അവളിപ്പോ സാമൂഹ്യ പ്രവർത്തനത്തിൽ നടക്കാല്ലേ? എന്ത് സാമൂഹ്യ പ്രവർത്തനം? സ്ത്രീ പീഡനത്തിനെതിരെ 10-40 ആണുങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ജാഥയൊക്കെ നടത്തിയത് അച്ഛൻ അറിഞ്ഞില്ലേ? പത്രത്തിന് വലിയ വാർത്തയായിരുന്നു. ആണോ? മിടുക്കിയാണ് അവള്. പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി ധീരമായിട്ട് പോരാടി അവളെ ഒന്ന് വിളിക്കൂ.
ഞാനൊന്ന് അഭിനന്ദിക്കട്ടെ, അല്ലെങ്കിൽ ആശ്ലേഷിക്കട്ടെ, അല്ലെങ്കിൽ ആശീർവദിക്കട്ടെ? അല്ലോ നടക്കൂലച്ചോ, അവളിപ്പോ ആശുപത്രിയിലാണ്. എന്ത് സംഭവിച്ചു? അവള് 10-40 ആണുങ്ങളെയും കൂട്ടി ജാഥയ്ക്ക് പോയി എന്ന് പറഞ്ഞില്ലേ? ആ ജാഥ കഴിഞ്ഞപ്പോ ആ 40 ആണുങ്ങളും കൂടി അവളെ പീഡിപ്പിച്ചു. അതാരും വലിയ വാർത്തയാക്കിയില്ല. കർത്താവേ, അഭിനന്ദനം ഞാൻ റിട്ടേൺ എടുത്തിരിക്കുന്നു. നമ്മുടെ മോളായതുകൊണ്ട് പറയില്ല, അവൾക്ക് ഇപ്പോഴും പഠിക്കണം പഠിക്കുന്ന ഒറ്റ ഭാഷയാണ്. ഇത്രയുമായിട്ടും അവള് പഠിച്ചില്ലേ? അയ്യോ, ആ പഠിത്തല്ലോ, അവക്കിപ്പോ കോളേജിൽ പഠിക്കണമെന്ന്. അച്ഛന്റെ സ്വാശ്രയ കോളേജിൽ പഠിക്കാനായിട്ട് വല്ല ഹോപ്പുണ്ടാ? ബിരാനി, കാര്യം നമ്മള് പള്ളിക്കൂടത്തിലും ഒരുമിച്ച് പഠിച്ചതാണ്. അതെ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. സ്വാശ്രയ കോളേജിൽ പഠിക്കണമെങ്കിലോ കാശ് വേണം ബിരാനി. കാശൊക്കെ നമ്മൾ ഒപ്പിക്കാച്ചോ. അല്ലച്ചോ, അതിന്റെ ഇടയ്ക്ക് ഈ മെറിറ്റ് സീറ്റ്, മാനേജ്മെന്റ് സീറ്റ് എന്നൊക്കെ ടിവിയിൽ പറയണേക്കെ. എന്താണച്ചോ അത്? താത്ത കുഞ്ഞാടെ, മെറിറ്റ് സീറ്റ് രൂപതയുടെ കീഴിലുള്ളതാണ്. അതുപോലെ മാനേജ്മെന്റ് സീറ്റ് അതിരൂപതയുടെ കീഴിലുള്ളതാണ്. നമുക്ക് മനസ്സിലായില്ലച്ചോ, ഇതെന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ പറഞ്ഞു തരാം ബിരാനെ. മെറിറ്റ് സീറ്റ് രൂപതയുടെ കീഴിലുള്ളതാണ്. അതായത് മെറിറ്റ് സീറ്റുകൾ രൂപതയുടെ കീഴിലായതുകൊണ്ട് അവർ രൂപത എന്ന് പറയും. എന്തോരം വരുവച്ചു? അത് 1 ലക്ഷത്തിന് അടുത്ത് വരും ബിരാനെ. പക്ഷെ മാനേജ്മെന്റ് സീറ്റുകൾ അതിരൂപതയുടെ കീഴിലായതുകൊണ്ട് അതിരൂപത എന്ന് മാനേജ്മെന്റുകൾ പറയും. അതിനെന്തോരം കൊടുക്കേണ്ടി വരും? അത് 25 ലക്ഷത്തിന് മുകളിലേക്ക് നോക്കിയാൽ മതി ബിരാനെ. അച്ഛൻ ഇതില് ഏത് രൂപതായില് പെട്ടതാണ്? ബിരാനെ, നീ കപ്പേളയില് ഫൊറോന പള്ളി കയറ്റാൻ നോക്കല്ലേ? ചോദിക്കുന്നല്ലോ, അല്ലാതെ അവിടെ നിൽക്കട്ടെ. അച്ഛൻ ഈ പറഞ്ഞതില് ഏത് രൂപതായില് പെടും? ഞാൻ അതിരൂപതയിലാണ് ബിരാനെ. ചതിയായില്ല. ബിരാൻ ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ പറയട്ടെ, തീരാൻ പോണ. അച്ഛനെന്താ ചാള വെക്കണ? അതല്ല, 2 സീറ്റുകൾ എന്റെ കൈവശം ബാലൻസ് ഉണ്ട്. അത് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ്. ബിരാൻ വേണമെങ്കിൽ തരാം. തീരാൻ പോണ. അല്ലച്ചോ, 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്നല്ലേ വേദപുസ്തകത്തിൽ പറഞ്ഞേക്കണത്? അല്ല, എനിക്ക് കേട്ടറിവുള്ളൂട്ടാ. താത്ത, വേദപുസ്തകം എഴുതിയ കാലത്തോ ജെറുസലേമിൽ സ്വാശ്രയ കോളേജുകൾ ഉണ്ടായിരുന്നില്ല. ജെറുസലം പള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഠിച്ചോനി ആരായി വന്നേക്കരുത്? നമ്മുടെ പീഡനത്തിനായിട്ടുള്ള മോളല്ലേ? മോളെ എങ്ങനെ ഇന്നച്ച കൊച്ചാണ്. പഠിച്ച റബ്ബിലാലമീനായ തമ്പിരാനെ ഇപ്പൊ വാടിക്കൊറഞ്ഞ് ഉരുളങ്കേക്ക് പോയാലേ അതിലെ ഉള്ളേ. 1 minute. Hello? Yeah, I'm fine, okay? അതെ, ഞാൻ ഇപ്പൊ ഒരു ഓർഫനേജിൽ നിൽക്കുകയാണ്. I'll catch you later, okay? Bye. ബാപ്പാന്റെ അടുത്ത് അതെ ഇംഗ്ലീഷ് മണി പോലെ പറയില്ല. അതെ തന്നെ, അതിരിക്കട്ടെ മോളെ. 1 more second. Hello? ഇല്ല, ഞാൻ മാർക്കറ്റിലല്ല, ഞാൻ എന്റെ ബഗേഴ്സ് ആയിട്ട് സംസാരിക്കുകയാണ്. പിന്നെ വിളിക്കാം. ബൈഡാ. അതെ, ബക്കറിനെ എപ്പോഴാ കണ്ടത്? അല്ല, ഇപ്പൊ ഫോണിൽ കൂടി പറയണ്ടല്ല ഈ ബക്കറിനെ കണ്ടെന്ന്. ആക്ച്വലി ഈ അച്ഛൻ എന്തിനാ ഇവിടെ വന്നത്? ഞാനിവിടെ നിന്റെ ഒരു അഡ്മിഷന്റെ കാര്യം ബീരാൻ പറഞ്ഞിരുന്നു. അതിന് എന്തായെന്ന് അറിയാൻ വേണ്ടി ഇതിലെ പോയപ്പോൾ ഇവിടെ കേറിയതാണ്. ബാപ്പാ, എന്നിട്ട് സീറ്റ് ശരിയായോ? എങ്ങനെ ശരിയാവാനാണ്? അതിരൂപത സീറ്റിന് ഈ അച്ഛൻ ചോദിക്കുന്നത് 25 ലക്ഷം രൂപയാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ടാ? തെണ്ടി കുത്തുവാനെടുത്തിരിക്കുന്ന സമയത്ത് എവിടെ നിന്ന് ഉണ്ടാക്കാനാണ്? Oh my God, 25 ലക്ഷം രൂപ ചോദിച്ചത്? അല്ല, 25 ലക്ഷം രൂപ ചോദിച്ചുള്ളൂ. നീ എങ്ങനെ ഉണ്ടാക്കണം 25 ലക്ഷം രൂപ? ഉമ്മ, അതോർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട. എന്നെ പീഡിപ്പിച്ച 40 പേരുടെ ഫോട്ടോയും സിഡിയും എല്ലാം എന്റെ അടുത്തുണ്ട്. നമുക്കത് വെച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കോടിനെ മേടിക്കാലോ. അതല്ലേ ഇപ്പോഴത്തെ ഫാഷൻ. പടച്ചോനെ, നമ്മുടെ മോള് വിചാരിച്ച മാതിരി അല്ലാട്ടാ. ഇതുപോലത്തെ 4-5 മക്കള് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ പഞ്ചായത്ത് നമുക്ക് വിലക്ക് മേടിക്കായിരുന്നു. പഞ്ചായത്തിലെ ഹുങ്കുമെടുത്തവളറിവളോ, அந்த சிங்காரப்புள்ள கொம்பத்தை கொம்பத்தி அறிவளோ, பண்டு அலாமினை கொண்டாப்பிடு பிடித்த பெண்ணிவளோ, அங்கே அண்டை வாரியில் உளுங்க ஒரு